വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് ഞാനിവിടെ ഒരു നല്ലൊരു ലിവർ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു 1/2 കിലോ ലിവർ ചെറിയ പീസാക്കിയിട്ട് വിനീഗറൊക്കെ കുറച്ച് ഒഴിച്ചൊരു കുറേ പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് പൊടികൾക്ക് ആവശ്യമായിട്ടുള്ളത് വേണ്ട. ഞാനൊരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള വറ്റൽമുളകാണ്, മറ്റേ ആ കാശ്മീരി ചില്ലി അല്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. നല്ലൊരു പീസ് പട്ട, അത് ഞാൻ 2-3 മുറിച്ചിട്ടേക്കുന്നതാണ്. പിന്നെ 2 ഏലക്ക, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, അതായത് ചെറിയൊരു പീസ്, 1/2 കിലോ അല്ല ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുന്നതായത് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാവേ. ഞാൻ ഈ ലിവർ വരട്ടാൻ ഒരു അയൺ കടായിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ലിവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ച പൊടികളില്ലേ, കുരുമുളക്, വറ്റൽമുളക്, പിന്നെ മസാല എല്ലാം കൂടെ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഇതെല്ലാം കൂടി ഇട്ടങ്ങ് വേവിച്ചെടുക്കുകയാണേ. എന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും ചേർത്ത് കൊടുക്കുക. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർക്കും. ഞാൻ ചെറിയ ചെറിയ ടിപ്സൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയും, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, കാരണം ഇത് വെന്ത് കിട്ടണമല്ലോ. ഇത് നന്നായിട്ട് വെന്തിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വരട്ടിയെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ അയൺ കടായിയൊക്കെ ഈ ഫ്രൈയും വരട്ടിയതിനുമൊക്കെ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് കിട്ടും. പിന്നെ ഹെൽത്തി ആണല്ലോ. അയൺ കടായി, ചട്ടി, അതൊക്കെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ കടായിൽ ഉണ്ടാക്കാൻ നോക്കണേ. ഞാനിപ്പം സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് എപ്പോഴും കുറച്ച് ചേർക്കുക, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമത് നമുക്ക് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. അത് പതുക്കെ അവിടെ കിടന്ന് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഈ ലിവർ ഇവിടെ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് അപ്പം കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഞാനൊരു ഫ്ലെയിം സിമ്മിൽ വെച്ചേക്കുമായിരുന്നേ. ഇനി ഞാൻ ഇച്ചിരി കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങ് ഈ വെള്ളം അങ്ങ് ശരിക്കും വറ്റിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങ് വരട്ടി എടുത്താൽ മതിയേ. ഈ അയൺ കടായി ആയ കാരണം നമ്മൾ ഇടയ്ക്ക് അടിയൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതുപോലത്തെ ചിരട്ടത്തവി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതാ കേട്ടോ. ചട്ടിയും അയൺ കടായി ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലത്തെ തവി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പോൾ അധികം സമയം എടുക്കത്തില്ലേ. ഒരു 25-30 മിനിറ്റിന്, അരമണിക്കൂറിനകം നമുക്കിത് റെഡിയാക്കാം. പിന്നെ പെട്ടെന്ന് നമുക്ക് ലിവർ വെന്ത് കിട്ടണമെങ്കിൽ കുക്കറിലിട്ട് 2 വിസിലോ 3 വിസിലോ അടിച്ചാൽ മതി. ഈ ലിവറൊക്കെ ഇടയ്ക്ക് മേടിച്ച് ഉപയോഗിക്കണേ, കാരണം ഈ ബ്ലഡൊക്കെ ഉണ്ടാകാൻ വളരെ നല്ലതാണ്. ഇതിനകത്ത് അയൺ കണ്ടന്റ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബ്ലഡൊക്കെ കുറവുള്ളവർ എല്ലാ ദിവസവും കുറേശ്ശെ ഇതുപോലെ ലിവർ കഴിച്ചാൽ വളരെ നല്ലതാണ് ഹെൽത്തിന് കേട്ടോ. ലിവറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ബീട്രൂട്ടോ ചീരയോ റാഗിയോ ഒക്കെ കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇത് കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള ഒരു ലിവർ വരട്ടാണ് കേട്ടോ. കാരണം നമ്മളിതിനകത്ത് 1/2 കിലോയേ ഉള്ളൂ, പക്ഷേ 10 വറ്റൽമുളകും 1 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്തേക്കുന്നത്. അപ്പം ഭയങ്കര കൂടുതലില്ല, എന്നാലും ആവശ്യത്തിനൊരു എരിവുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ ഇതുവരെയും എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഒരു 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. അങ്ങ് ഒരുപാടൊന്നും വേണമെന്നില്ല. ലാസ്റ്റ് ആ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. പിന്നെ ഈ സമയം എരിവ് കുറവാണെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഫ്രൈ ഐറ്റംസിനൊക്കെ ഏറ്റവും അവസാനം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്താൽ ആ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു മണവും എല്ലാം കൂടെ ഉണ്ടാകും. ഉപ്പൊക്കെ നോക്കിക്കോണേ. ഇപ്പം സ്വല്പം കൂടെ എണ്ണ ഞാൻ ഒഴിക്കുവാണേ. ഒരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ നമ്മളിപ്പം ഉപയോഗിച്ചിട്ടുണ്ട്. അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. സിമ്മിലങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതിയേ. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അടി പിടിക്കത്തില്ല, പക്ഷേ നമുക്ക് ഹെൽത്തിനൊക്കെ എപ്പോഴും നല്ലത് ഇതാണ്. പിന്നെ ചാനലൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഓർക്കണേ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ആ ടേസ്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. നമ്മളൊരു സാധനം ഉണ്ടാക്കി കാണിക്കുമ്പോൾ വേറൊരാൾ അത് ചെയ്തിട്ട് നമ്മളോട് ഒരു അഭിപ്രായം പറയാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. അതെ, ചിലരൊക്കെ അങ്ങനെ ഇടാറുണ്ട്. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് ഭയങ്കര ഡ്രൈ ഒന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മുടെ ലിവർ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഞാനൊരു ബൗളിലേക്ക് എടുത്ത് കാണിക്കാം. നമ്മുടെ ലിവർ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചോറിൻ്റെ കൂടെ മോരുകറി, പുളിശ്ശേരി അല്ലെങ്കിൽ രസം. ചിലർക്ക് ഇഷ്ടം മോരാണ്. ഇതുപോലെ ഫ്രൈ ആണേലും വരട്ടാണേലും എല്ലാത്തിൻ്റെയും കൂടെ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് വരുവേ. മോര്, രസം ഇതിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് പോകും. പിന്നെ ക്യാബേജ് തോരൻ, ആ തോരൻ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതും ഒരു സാലഡും അതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് ഊണ് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്